ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഷാപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു പോർക്ക് ഫ്രൈ. നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ 1 കിലോ പന്നിയിറച്ചി കൊണ്ടാണ് നമ്മളിന്ന് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ ഏകദേശം ഒരു ഈ വലുപ്പമുള്ള പീസായിട്ടാണ് കട്ട് ചെയ്ത് മേടിക്കേണ്ടത്. എന്തിൽ നമുക്ക് മസാലകൾ ചേർക്കാം. വന്നിട്ട് മഞ്ഞപ്പൊടി ഒരു ശകലം വെച്ചാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. നമ്മൾ കുക്കറിലിട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ശകലം മഞ്ഞപ്പൊടി, മീറ്റ് മസാല, ആ ഇറച്ചിക്ക് ശകലം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലി പൗഡർ എല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. അതിലോട്ട് വേണ്ട ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി കുഴച്ച് ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുഴയ്ക്കാൻ നേരത്തെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി കുഴച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. വെച്ചിലിട്ട് വേവിക്കാം. നമ്മുടെ പോർക്ക് കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. നമ്മൾ അതിൻ്റെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് നീളത്തിന് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി. അതിലാണ് പൊടികളായിട്ട് വന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതെല്ലാം കടുക് വറുത്ത ശേഷം തേങ്ങ കുത്തി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റും കൂടി കിട്ടും. നമ്മുടെ പോർക്ക് ഡ്രൈ ഫ്രൈ ചെയ്യാനുള്ള ഉരുളി അടുപ്പിൽ കയറ്റിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണ ചേർത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പന്നിയിറച്ചിയിൽ തന്നെ അത്യാവശ്യം നെയ്യുള്ളത് കൊണ്ട് അത് ഇറങ്ങി വരും. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടോ നന്നായിട്ട് ഇതേപോലെ മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി നമുക്ക് ശർക്കര ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് നല്ലോണം പൊടി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട്. നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം.
അപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച് പന്നിയിറച്ചി ചേർത്ത് കൊടുക്കാം. 3 വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കണ്ട. നമുക്കതൊരു 3-4 മിനിറ്റ് 5 മിനിറ്റ് ഗ്യാപ്പ് വിട്ടിട്ടൊന്ന് മറിച്ച് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരിവ് ആക്കുന്നുള്ളൂ, ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല. ഈ സമയത്ത് നമുക്ക് ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഗരം മസാല അതും പുറത്തേക്ക് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലോട്ടൊരു ശകലം മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് പോർക്ക് ഫ്രൈ റെഡിയായി. നമ്മുടെ പോർക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്